ഇടുക്കിയിലും 5 സീറ്റുകളാണുള്ളത്. തൊടുപുഴ, ദേവികുളം, ഇടുക്കി, ഉടുമ്പൻചോല, പീരുമേട്. 2021 ഇവയെല്ലാം LDFിനോടൊപ്പം ചേർന്നാണ് നിന്നത്. എന്നാൽ 2024 സ്ഥിതിഗതികൾക്ക് ഏറെ വ്യത്യാസമുണ്ടായി. ഡീൻ കുര്യാക്കോസിന്റെ നിർണായകമായ വിജയത്തിന് വഴിയൊരുക്കിയാണ് ഇടുക്കി ജില്ലയിലുള്ള മണ്ഡലങ്ങൾ വിധിയെഴുതിയത്. ഡിസംബറിൽ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാകട്ടെ 24 വിധിക്ക് അനുസൃതമായിട്ടാണ് ഇടുക്കിയിലെ ഫലങ്ങൾ പുറത്തുവന്നത്. തൊടുപുഴയിൽ കേരള കോൺഗ്രസ് നേതാവായ PJ ജോസഫിന്റെ തട്ടകത്തിൽ UDFിന്റെ ലീഡ് 17,848 വോട്ടുകളായിരുന്നു. ജോസഫ് തന്നെയായിരിക്കും ഏപ്രിലിൽ UDF സ്ഥാനാർത്ഥി. ദേവികുളം കഴിഞ്ഞ തവണ ചെറിയ ഒരു മാർജിനിലാണ് UDFിന് നഷ്ടപ്പെട്ടത്. എന്നാൽ അവിടെ UDF വ്യക്തമായ 5,423 വോട്ടുകളുടെ ലീഡാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേടിയത്. ഇതുപോലെ ഏറെ ആത്മവിശ്വാസം UDFിന് നൽകിയിട്ടുള്ളത് നിലവിൽ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ സീറ്റായ ഇടുക്കിയാണ്. കഴിഞ്ഞ 5 തവണകളായി പരാജയം കാണാത്ത റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിൽ UDFിനുള്ള ലീഡ് 17,750 ആണ്. ഇത് മുതലെടുത്തുകൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ UDF പുനഃപ്രവേശനത്തിന് തടയിട്ട് റോഷി അഗസ്റ്റിനെ തൂത്തുവാരാൻ സാധിക്കുമെന്നാണ് UDF ക്യാമ്പിനുള്ളിൽ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. 2021 പീരുമേട് നിന്ന് വിജയിച്ചത് CPM നേതാവായ വാഴൂർ സോമനാണ്. എന്നാൽ കഴിഞ്ഞ വർഷം ആകസ്മികമായ അദ്ദേഹത്തിന്റെ നിര്യാണം കാരണം ഈ സീറ്റ് ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. കണക്കുകൂട്ടൽ ശരിയായ ദിശയിലാണ് നീങ്ങുന്നതെങ്കിൽ KSUവിന്റെ നിലവിലെ സംസ്ഥാന പ്രസിഡന്റായ അലോഷ്യസ് സേവ്യറാകും ഇവിടുത്തെ സ്ഥാനാർത്ഥി. തദ്ദേശ തലത്തിൽ പീരുമേട്ടിലെ UDFിന്റെ ലീഡ് 6,124 വോട്ടുകളായിരുന്നു. ഉടുമ്പൻചോലയിൽ നിന്ന് വിവാദ പുരുഷനായ MM മണിയാണ് ഇപ്പോഴത്തെ MLA. സംഘടനാ തലത്തിൽ ഏറെ ശക്തനായ ഈ മുൻ CPM ജില്ലാ സെക്രട്ടറി എന്നാൽ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയില്ല. ഡിസംബറിൽ ഇവിടുത്തെ LDF ലീഡ് 5,629 വോട്ടുകളാണ്. ഇത് MM മണിയുടെ അഭാവത്തിൽ ഏപ്രിലിൽ മറികടക്കാൻ സാധിക്കുമെന്നാണ് UDF കണക്ക് കൂട്ടുന്നത്. എങ്കിൽ കൂടി അതിനുള്ള സാധ്യതകൾ വിരളമാണ്. അങ്ങനെ വന്നാൽ ഇടുക്കിയിൽ UDFിന്റെ നേട്ടം 4 സീറ്റുകളായിരിക്കും. നിർണായകമായ കോട്ടയം ജില്ലയിലെ കണക്കുകളുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.